നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ ടാൻജൻസ് ടു ദ സർക്കംസർക്കിൾ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ത്രൂ ഇറ്റ്സ് വെർട്ടിസസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. എന്താണ് പറഞ്ഞിരിക്കണേ? ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ. അങ്ങനെയാണെങ്കിൽ വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇതിലൊരു ചെറിയ ത്രികോണം ഉണ്ട്. ആ ചെറിയ ത്രികോണത്തിന് ചുറ്റും എന്തുണ്ട്? ഒരു പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ ഉണ്ട്. ആ സർക്കം സർക്കിളിന് ഉള്ള ഒരു ടാൻജൻ്റ് ആയിട്ടാണ് എന്ത്? ആ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ വരുന്നത്. മനസ്സിലായല്ലോ? ഈ സർക്കം സർക്കിളും ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസും തമ്മിലാണ് എന്ത്? ടാൻജൻ്റ് ഉണ്ടാക്കുന്നത്. ഈ വെർട്ടിസസുകൾ മുട്ടുന്ന ഈ പോയിന്റിൽ വെച്ചിട്ട് പുതിയ ട്രയാങ്കിൾ വരണം. എങ്ങനെ? ടാൻജൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾസാണ് കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര സിമ്പിളാണ്, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. കഴിഞ്ഞ കോൺസെപ്റ്റൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്നത് ഏതൊക്കെ ആംഗിൾസാണ്? ഇവിടെ 80 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും? മൊത്തം ട്രയാങ്കിളിന് എത്ര ഡിഗ്രി ആംഗിൾസ്? ട്രയാങ്കിളിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 180. 180 ഡിഗ്രിയിൽ നമുക്ക് 80 കിട്ടി, 60 കിട്ടി. 80 60 എന്ന് വെച്ചാൽ എത്രയാണ്? 140. അപ്പോൾ ബാക്കി 180 ആവാൻ ഇത് എത്ര വേണം? 40 ഡിഗ്രിയും കൂടി വേണം. അല്ലേ? അതായത് 80 60 ആഡ് ചെയ്തു, എത്ര കിട്ടി? 140 കിട്ടി. ഈ 140നെ 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഡിഗ്രി കോണാണെന്ന് മനസ്സിലായി? ഇത് 40 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പഠിച്ച ഇത് നോക്കാം. ഈ ഒരു ഇതിന് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് പേരിടാം. എ ബി സി പി ക്യു ആർ. ഓക്കെ. അപ്പോൾ ഇനി എ സി എന്ന കോഡ് ഈ ടാൻജൻറ്റ്, എയിലൂടെ പോകുന്ന ഈ ടാൻജൻറ്റും സിയിലൂടെ പോകുന്ന ഈ ടാൻജൻറ്റും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഈ ഞാണ് അല്ലെങ്കിൽ ഈ കോഡ് ഈ ടാൻജൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇതെത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഒരു ഞാണിൻ്റെ ഒരേ വശത്തുള്ള ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? മറുഭാഗത്തെ വൃത്തഖണ്ഡത്തിലുണ്ടാകുന്ന ആംഗിളിനോട്, അല്ലെങ്കിൽ എന്താ, ഈ ആർക്കിലെ ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ എത്രയാണിത്? 80 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇതും 80 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 80, ഇതും 80. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കും? 80 + 80 160. നമുക്ക് ഇതൊരു ട്രയാങ്കിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? 180 ആണ് കിട്ടേണ്ടത് അല്ലേ? മൊത്തം ഇപ്പോൾ ട്രയാങ്കിൾ ACQ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളാണ്. ഇതിൽ രണ്ട് ആംഗിൾസ് നമുക്കറിയാം, 80യും 80യും. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 160 + 30 160 + 20 ആണ് എന്ത്? 80 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെത്രയാണ്? 20 ഡിഗ്രി. ഇനി അതല്ല, വേറെ രീതിക്കും ചിന്തിക്കാം. ഇത് 80 ആണ്. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 160 ആയിരിക്കും അല്ലേ? 80 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഇത് 80 ഡിഗ്രി ആണ്. അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 160 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും തമ്മിൽ സപ്ലിമെൻ്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണിത്? കേന്ദ്ര കോണാണ്. ഈ ഞാൻ അല്ലെങ്കിൽ ഈ 2 റേഡിയൈ തമ്മിലുണ്ടാക്കുന്ന കേന്ദ്ര കോണും ഈ ടാൻജൻസുകൾ തമ്മിലുണ്ടാക്കുന്ന ഈ കോണും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടെ 160 ആണ്. 160 ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായേ? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും കേന്ദ്ര കോൺ. അപ്പോൾ ഇത് 160 ആണെങ്കിൽ ഇത് 180 ആവാൻ എത്ര വേണം? 20 ഡിഗ്രി വേണം. ഇങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് കണക്കാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കോഡ് നോക്കാം. അടുത്ത കോഡ് എന്താ? BC എന്ന കോഡ് നോക്ക്. BC എന്ന കോഡിൻ്റെ ഈ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണം.
ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും ഏതിനോട് തുല്യമായിരിക്കും? ഈ 40 ഡിഗ്രിയോട് തുല്യമായിരിക്കും അല്ലേ? അതായത് ഇത് എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 40 ആയിരിക്കും. ഇതും 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കും? ഈ ആംഗിള് എത്രയായിരിക്കും? ഇത് 40, ഇത് 40, അതായത് 80. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 3 കോണുകളുടെ തുക 180 കിട്ടണം. അപ്പോൾ ഇവിടെ 40, ഇവിടെ 40, 80 കിട്ടി. അപ്പോൾ ഇവിടെ എത്ര കിട്ടണം? ഇത് 100 ഡിഗ്രി കിട്ടണം. എന്നാലാണ് ഇത് 180 ആവുള്ളൂ. ഇനി അടുത്തത്, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പി എത്രയായിരിക്കും? 180 മൈനസ് 100 പ്ലസ് 20, 120. 180 മൈനസ് 120 എത്രയാ? 60 ഡിഗ്രി. ഇനി അതല്ല, ഇങ്ങനെ ആംഗിൾസിൻ്റെ കോഡ് വെച്ചിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഈ എ ബി എന്ന കോഡ് നോക്കുക. ഈ എ ബി എന്ന കോഡിൻ്റെ ഈ ആംഗിളും ഈ ആംഗിളും ഏത് ആംഗിളിനോട് തുല്യമായിരിക്കും? ഇവിടുത്തെ ഈ 60 ഡിഗ്രിയോട് തുല്യമായിരിക്കും. അപ്പോൾ ഇതെത്രയേ? ഇത് 60 ആയി, ഇതും 60 ആയി. അപ്പോൾ ഈ ഒരു എ പി ബി എന്ന ട്രയാങ്കിള് എന്തായി? 60, 60, 60. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര എളുപ്പമാണ്. നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. എന്താ? ആംഗിൾ പി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ ക്യു 20 ഡിഗ്രിയാണ്. ആംഗിൾ ആർ എത്രയാണ്? 100 ഡിഗ്രിയാണ്. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 60 + 20 + 100 = 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, the sides of the large triangle are tangents of the circumcircle of the smaller triangle through its vertices. Calculate the angles of the smaller triangle. എന്താണ് ഇത്? നേരത്തെ തന്നിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ്റെ അതേ ഒരു ഫോർമാറ്റ്. പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് ഇപ്രാവശ്യം ബിഗർ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ലാർജ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് തന്നിട്ട് സ്മോളർ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയണത് ഈ ചെറിയ ട്രയാങ്കിളും അതിൻ്റെ സർക്കിളും കൂടുമ്പോൾ ഈച്ച് വെർട്ടിസസിൽ ഉണ്ടാവുന്ന ടാൻജൻസുകൾ ജോയിൻ ചെയ്തുണ്ടായ ഒരു ട്രയാങ്കിളാണ് ഏത്? ലാർജ് ട്രയാങ്കിൾ. അതിൻ്റെ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ത്രികോണത്തിൻ്റെ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. മലയാളത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തിൻ്റെ തൊടുവരകളാണ്. അവ വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കളാണ് ചെറിയ ത്രികോണത്തിൻ്റെ മൂലകൾ. മനസ്സിലായില്ലേ? ഈ ചെറിയ ത്രികോണത്തിൻ്റെ മൂലകൾ അല്ലെങ്കിൽ വെർട്ടിസസിൽ കൂടിയാണ് എന്ത് പോണത്? ടാൻജൻസ് പോണത്. ഈ ടാൻജൻസ് എല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഈ ലാർജ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചെറിയ ത്രികോണത്തിൻ്റെ കോണുകൾ കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്കെങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇത് 60, ഇത് 40. ഇനി ഇതെത്രയായിരിക്കും? അപ്പോൾ 60 + 40 100. അപ്പോൾ ഇവിടെ എത്ര വരണം? ഇത് വലിയ ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ 60, ഇവിടെ 40, ഇവിടെ അപ്പോൾ എത്ര കിട്ടണം? 80 കിട്ടണം അല്ലേ? എന്നാലാണ് 60 + 40 100. 100 പ്ലസ് എത്രയാ? 180. 100 + 80. അപ്പോൾ ഇത് എന്ത് കിട്ടി? ഇത് 80 ഡിഗ്രിയാണ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഓരോ കോണുകളും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റർ, ഈ റേഡിയൈ അല്ലെങ്കിൽ ഈ കോഡിൻ്റെ ഈ സെൻട്രൽ ആംഗിളും ഈ ടാൻജൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും തമ്മിൽ എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് എന്താ? ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളും അവയുടെ ടാൻജൻസുകൾ തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതെത്ര കിട്ടി? 100 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ 100ൻ്റെ എന്തായിരിക്കും ഈ ആംഗിള്? 100ൻ്റെ
ഹാഫ് ആയിരിക്കും ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇത് എത്രയാ? 50 ഡിഗ്രി. മനസ്സിലായോ? ഇത് 50 ഡിഗ്രി. ഇനി ഇതല്ല, വേറെ രീതിയുണ്ട്. ആ രീതി നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. ഇതൊരു രീതി. ഇത് മനസ്സിലായല്ലോ? ഇവിടെ 80 ഡിഗ്രി ആണ്. അപ്പോൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ഞാൻ അല്ലെങ്കിൽ ഈ ഒരു കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് എത്രയായിരിക്കണം? 100 ആയിരിക്കണം. എന്നാലേ ഇത് 100 + 80 180 അല്ലെങ്കിൽ 180 കിട്ടുള്ളൂ. അപ്പോൾ ഈ 100ൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിള്. ഇനി വേറെ രീതി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ 40 ഡിഗ്രി, ഈ ആംഗിളും ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളും എങ്ങനെയാണ്? സെയിം ആയിരിക്കും. എന്താണ്? ഒരു ഞാണിൻ്റെ ഒരേ വശത്തുള്ള രണ്ട് ആംഗിൾസ് എന്താ? സെയിം ആയിരിക്കും. അത് പിന്നെ ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ഇവിടെ ABC, ഇത് PQR എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ AQC എന്നൊരു ട്രയാങ്കിളാണിത് അല്ലേ? അതിൽ 40 ഡിഗ്രിയാണിത്. മൊത്തം എത്ര വേണം? 180 വേണം. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ബാക്കി? 140. ആ 140 ഈ രണ്ടെണ്ണം കൂടി കൂട്ടുമ്പോൾ കിട്ടുക. പിന്നെ അത് മാത്രമല്ല, ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? സെയിമും ആയിരിക്കണം. അപ്പോൾ 140നെ നേർപകുതിയാക്കുക. അപ്പോൾ 140/2 എത്രയാണ്? 70. അപ്പോൾ ഇത് രണ്ടും എത്ര ഡിഗ്രി വീതമായിരിക്കും? 70ഉം 70ഉം. ഇതല്ലേ കുറച്ചുകൂടെ എളുപ്പം. അതായത് ഇതൊരു ട്രയാങ്കിളായിട്ട് ആണ്. ഇതൊരു ട്രയാങ്കിളാണല്ലോ, AQC എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൻ്റെ Q നമുക്കറിയാം 40 ഡിഗ്രി. ഈ ആംഗിൾ QACയും ആംഗിൾ ACQവും എന്താണ്? ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ 180 - 40 എത്രയാണ്? 140 ആണ്. ഇത് രണ്ട് ഈക്വലാണ്. അപ്പോൾ 140നെ ഈക്വലി ഡിവൈഡ് ചെയ്താണ് കിട്ടുമ്പോൾ 70 കിട്ടി അല്ലേ? അപ്പോൾ ഈ 70 തന്നെയായിരിക്കും ഏത് ആംഗിള്? ഈ ആംഗിൾ അല്ലേ? ഈ രണ്ട് വശത്തെ ഈ ആംഗിൾ എന്താ? വൃത്തഖണ്ഡത്തിലെ ആംഗിളിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഈ ആംഗിൾ നമുക്ക് കിട്ടിയോ? കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുപോലെ വലിയ കഷ്ടപ്പാടൊന്നുമല്ല, ഇത് എളുപ്പമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? മൊത്തം 180 ഡിഗ്രിയാണ്. ഇതിൽ 70 കിട്ടി, 15 കിട്ടി. അപ്പോൾ 70 + 50 എത്രയാ? 120. അപ്പോൾ ഇത് 180ന്ന് എന്ത് കുറയ്ക്കുക? 120 കുറയ്ക്കുക. എത്ര കിട്ടി? 60 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാ? ഇത് 60 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിത് രണ്ട് രീതിക്ക് ചെയ്ത് കാണിച്ചത്. ആദ്യത്തെ രീതി എന്തായിരുന്നു? ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഈ സെൻട്രൽ കോണും ഇതും തമ്മിൽ 180 ആവും. അപ്പോൾ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കണ, അതിനെതിരായിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് കിടക്കണ ഈ ആംഗിൾ എത്രയാണ്? ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇത് 50 കിട്ടി. ഇനി ഇത് നമ്മളെങ്ങനെയാണ് ചെയ്തത്? ഇത് 40 ആണ് നമുക്കറിയാം. ഈ കോഡിൻ്റെ ഒരേ സൈഡിലുള്ള ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണെന്നറിയാം. ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഇത് 40 ആണെങ്കിൽ ഇത് മൊത്തം 3 ആംഗിൾസ് ഒരു ട്രയാങ്കിളിൽ ആഡ് ചെയ്യുമ്പോൾ 180 ആണ് കിട്ടുക. അപ്പോൾ 180ന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്തു? 40 മൈനസ് ചെയ്ത് ബാക്കി 140 ഉണ്ട്. ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ 140നെ രണ്ട് ഈക്വലാക്കുമ്പോൾ എന്ത് കിട്ടും? 70 ഡിഗ്രി കിട്ടും. ഈ 70 ഡിഗ്രിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ്? ABC എന്ന ഈ 3 ആംഗിൾസ്, ചെറിയ ത്രികോണത്തിൻ്റെ 3 ആംഗിൾസ് എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടി. ആംഗിൾ A = എന്താ? 50 ഡിഗ്രി. ആംഗിൾ B = 70 ഡിഗ്രി ആൻഡ് ആംഗിൾ C = 60 ഡിഗ്രി. ഇത് മൂന്നും കൂട്ടി നോക്കിയേ. 50 + 70 120, 120 + 60 180. എപ്പോഴും അങ്ങനെ കൂട്ടി നോക്കണം കേട്ടോ. ഏതൊരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിച്ചാലും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത് 180 കിട്ടുന്നുണ്ടോ? 3 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. In the picture, PQRS, TU are tangents to the circumcircle of
ട്രയാങ്കിൾ എ ബി സി. സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. എന്താണ് ഈ തന്നിരിക്കണ ഈ പിക്ചറിൽ ഒരേ അളവുള്ള ആംഗിൾസ് ഏതൊക്കെ? തുല്യമായ ആംഗിൾസ്. അതായത് ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരച്ച തൊടുവരകളാണ് പി ക്യു, ആർ എസ്, ടി യു എന്നിവ. അപ്പോൾ ചിത്രത്തിലെ കോണുകളിൽ തുല്യമായവ തരം തിരിച്ചെഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. ഇതാ പിക്ചർ. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് കോഡ് വെച്ചിട്ട് നോക്കാം. എ ബി എന്ന കോഡ് എടുക്കുക. കോഡ് എ ബി. കോഡ് എ ബിയുടെ ഈ ബിയിലൂടെ പോകുന്ന ടാൻജൻ്റാണ് ആർ എസ്, എയിലൂടെ പോകുന്ന ടാൻജൻ്റാണ് എന്ത് പി ക്യു എന്ന് പറയണത്. അപ്പോൾ ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിൽ ഈ വശത്തുണ്ടാക്കുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വലായിരിക്കും. ഇതെന്തിനോട് ഈക്വലായിരിക്കും? ഈ കോഡ് ഓപ്പോസിറ്റ് വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനോട്, അതായത് ഈ ആംഗിൾ സിയോട് ഈക്വലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ ഈക്വൽ? ഈ ബിയും, ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിക്ക് പറയാം അല്ലേ. ഇതിപ്പോൾ ആർ ബി സി ഇതൊരു ആംഗിളാണ്, എ ബി എസ് ഇതൊരു ആംഗിളാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയണം. വേറെ ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു ട്രയാങ്കിളാണ് എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആംഗിൾ എ ആംഗിൾ ബി എന്ന് എഴുതാം. ഇതങ്ങനെയല്ല. ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ വരും, അതും ഏത് പോയിന്റിൽ തന്നെയാണ് ഉണ്ടാവണത്? എയിൽ തന്നെയാണ്. അതുപോലെ ഇവിടെ ഒരു ആംഗിൾ വരും, അതും ഏത് പോയിൻ്റായിട്ട് ബന്ധപ്പെട്ട? എ എന്ന് പറഞ്ഞ പോയിൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതും അതെ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയണം? അത് ആ 3 ലെറ്റേഴ്സിൽ തന്നെ നമ്മളത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ ആംഗിൾ ബിയും ഈ എയും എങ്ങനെ പറയും? ബി എന്ന് പറയുന്നത് ഏതാ? ഈ ഒരു ലൈനാണ്. ഇതിൽ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ എന്തുണ്ട്? എസ് ഉണ്ട്. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ ബി എസ്, ഈ ആംഗിള്. ഇനി ഈ ആംഗിളിനെ എന്ത് വിളിക്കും? ബി എ ക്യു അല്ലേ? ഇതിങ്ങനെ ഇരിക്കും, ബി എ ക്യു. അപ്പോൾ ഈക്വൽ ടു ആംഗിൾ ബി എ ക്യു. എന്തിനോടാണ് ഈക്വല്? ഇതിനോട്. ഇതേതാ? ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ, അതായത് എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് കോഡ് നമുക്ക് നോക്കാം. കോഡ് ബി സി. ബി സി എന്ന കോഡിൻ്റെ ആർ എസ് എന്ന ടാൻജൻറ്റ്, സി എന്ന പോയിന്റിലൂടെ യു ടി എന്ന ടാൻജൻറ്റ്. ഇത് ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. ഇത് എന്തിനോട് ഈക്വലാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളിനോട് ഈക്വലാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഈക്വല്? ഈ ബിയും ഈ സിയും ഈ എയും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ പറയണം? ആംഗിളിന് പേരിടാം. ആർ ബി സി. ഏത് 2 ലൈൻ വെച്ചിട്ടാണ് ആംഗിൾ ഉണ്ടാവണേ? ആ ലൈനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കണം? ആംഗിൾ ഇങ്ങനെയാണ്. ഇത് ആറാണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. അപ്പോൾ എന്താ ആംഗിള്? ആംഗിൾ ആർ ബി സി ഈക്വൽ ടു, അടുത്തത് ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ യു സി ബി ഇങ്ങനെയാണ് പേരിടേണ്ടത്. എങ്ങനെയാണ്? യു സി ബി. ആംഗിൾ യു സി ബി ഈക്വൽ ടു, ഇതെന്താ? ഇത് ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിളാണ്. അപ്പോൾ ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി. ഇത് മൂന്നും ഈക്വലാണ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് കോഡ് എടുക്കാം. ഈ കോഡിൽ എ സി എന്ന കോഡ്, ഈ കോഡ് ഈ ടാൻജൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഈ ഒരു പോയിന്റിൽ ഈ ടാൻജൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തിനോട് സെയിം ആയിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ബാക്കിൽ ആരുണ്ട്? ബി എന്ന ഈ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിള് എന്താണ്? ഇത് സെയിം ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ പേരിടാം? ടി സി എ. ഈ ലൈനും കൂടിയതാണ് ഈ ആംഗിൾ. അപ്പോൾ ടി സി എന്ന ലൈനും സി എ എന്ന ലൈനും. അപ്പോൾ ആംഗിൾ ടി സി എ ഈക്വൽ ടു ഈ ലൈൻ പി എ എന്ന ലൈനും എ സി എന്ന ലൈനും. അപ്പോൾ ആംഗിൾ പി എ സി ഈക്വൽ ടു ഇത് ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള പി എന്ന ആംഗിൾ എ ബി സി. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. ഈ ഒരു എക്സസൈസിലെ പ്രോബ്ലംസ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഇതിൽ കുറേ കാൽക്കുലേഷനൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലേ. ഇത് വേഗം ചെയ്ത് എളുപ്പമുള്ള പ്രോബ്ലംസാണ്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഇതാണ്. ചുവടെയുള്ള ചിത്രങ്ങളിൽ ചില സമബഹുഭുജം ഓർത്തിരിക്കുക. ഒരു മൂലയിൽ കൂടി അതിൻ്റെ പരിവൃത്തത്തിന് തൊടുവര വരച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മൂലയിലുള്ളൂ, ഓരോ വെർട്ടെക്സിൽ മാത്രം ടാൻജൻറ്റ് വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ആംഗിൾസ് മാത്രമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഓരോ ചിത്രത്തിലും തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ബഹുഭുജത്തിൻ്റെ വശങ്ങളും തമ്മിലുള്ള കോണുകൾ കണക്കാക്കുക. അപ്പോൾ 3 റെഗുലർ പോളിഗൺസ് ആണ്. ഒന്ന് എന്താണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ 4 സൈഡായിട്ടുള്ള റെഗുലർ പോളിഗൺ ഏതാ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പെൻറ്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജം. മനസ്സിലായോ? അപ്പോൾ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം. ഇത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ വെർട്ടെക്സിൽ മാത്രമാണ് ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത്. ആ ടാൻജൻറ്റും ഈ ലൈൻസും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ നോക്കാം. ട്രയാങ്കിളിൻ്റെ ഈ 2 ആംഗിൾസ് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത് എങ്ങനത്തെ എങ്ങനത്തെ ട്രയാങ്കിളാണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സമബഹുഭുജാണ്, അതായത് സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഈച്ച് ആംഗിൾ ഷുഡ് ബി എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഇതൊക്കെ എത്ര ഡിഗ്രിയാണെന്ന് അറിയാം? ഇതൊക്കെ 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് 60 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഇതിന് നമുക്ക് അതിന് പേര് കൊടുക്കാം, ABC. അങ്ങനെയാണെങ്കിൽ ഈ BC എന്ന ഈ ഞാൻ ഈ ടാൻജൻ്റായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ, അതുപോലെ ഇനി ഇവിടെ ഒരു ടാൻജൻ്റ് ഉണ്ടെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. എന്തിനോട് സെയിം ആയിരിക്കും? ഈ എയിനോട്, ഈ ആംഗിളിനോട് സെയിം ആയിരിക്കില്ലേ. BC എന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് BC ഈ വശത്ത് ഉണ്ടാക്കുന്ന ഈ 2 ആംഗിൾസ്, ഇവിടെ പിന്നെ ടാൻജൻറ്റ് വരയ്ക്കാത്തതുകൊണ്ട് ഈ ആംഗിളിനെ വേണ്ട, ഇത് 2 ആംഗിളും സെയിം ആയിരിക്കും. ഇത് എന്തിനോട് സെയിം ആയിരിക്കും? ഈ A എന്ന ഈ ആംഗിളിനോട് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 60 ഡിഗ്രിയാണെന്ന് കിട്ടി. എളുപ്പമല്ലേ. ഇനി അടുത്തത് AC എന്ന കോഡ്, ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഇവിടെ ഇനി ടാൻജൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും എന്തിനോട് സെയിം ആയിരിക്കും? B എന്ന ഈ ആംഗിളിനോട് സെയിം ആയിരിക്കും. അതും എത്ര തന്നെയാണ്? 60 ആണ്. അപ്പോൾ ഇതും എന്താ? 60 ഡിഗ്രി. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസറായോ? എന്താണ്? 2 ആംഗിൾസും എന്താ? 60. അടുത്ത പിക്ചർ നോക്കിയേ. അടുത്തത് എന്താ? ഇതൊരു വൃത്തത്തിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഒരു സമചതുര സ്ക്വയർ ആണുള്ളത്. ഈ സ്ക്വയറിൻ്റെ ഈ ഒരു വെർട്ടെക്സിൽ മാത്രമായിട്ട് ടാൻജൻറ്റ് ഉണ്ട്, തൊടുവരയുണ്ട്. ഈ തൊടുവരയും ഈ 2 സൈഡുകളും തമ്മിലുള്ള കോണുകളാണ്, ആംഗിൾസാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കണക്കാക്കാനായിട്ട് ഇതിലെ പോലെ ഇത് നേരെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ ഇങ്ങനെ 2 ഇതുണ്ട്, ഇതിന് ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ഇതങ്ങനെ ഒരു ആംഗിൾ എന്നും പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നമുക്ക് ഈ കോഡ് തന്നെ, ഈ കോഡ് വൃത്തത്തിൻ്റെ ഈ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്നും പറഞ്ഞ് കാണിക്കാനൊരു ആംഗിൾ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? വികർണം. സമചതുരത്തിൻ്റെ വികർണം വരയ്ക്കുക. അപ്പോൾ Aയും Cയും കൂടി ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു, ഒരു ഡയഗണൽ വരച്ചു. ഇനി അതുപോലെ നമുക്ക് ഇവിടെയും വരയ്ക്കാം. Bയും Dയും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് Bയും Dയും ജോയിൻ ചെയ്തൊരു ഡയഗണൽ വരച്ചു. ഇനി നോക്കിയേ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടത്തെ ഈ ഒരു ആംഗിളും പിന്നെ ഈ ഒരു ആംഗിൾ. അപ്പോൾ നമുക്ക് നോക്കേണ്ട കോഡ് ഏതൊക്കെയാണ്? CD എന്ന ഞാനും BC എന്ന ഞാനുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ CD എന്ന ഞാൻ ഈ ടാൻജൻറ്റിൽ ഇവിടെ ഈ C എന്ന പോയിന്റിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിള്, ഈ CD എന്ന ഈ കോഡ് ഈ വൃത്തത്തിൻ്റെ മറുകണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. അങ്ങനെ ഒരു ആംഗിൾ എവിടെയാണ് നോക്കണം? CD എന്ന ഈ ഞാൻ
ഈ വൃത്തത്തിൻ്റെ മറുകണ്ഡത്തിലുണ്ടാക്കുന്ന ആംഗിൾ ഏതാ? സിയിൽ നിന്ന് ദേ ഇവിടെ ഒരു ലൈൻ, ഡിയിൽ നിന്ന് ഈ ഒരു ലൈനും പോയിട്ട് ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട് അല്ലേ? ഈ എ എന്ന പോയിന്റിൽ ഇവിടെ ഒരു ആംഗിൾ, ഈ സി ഡി എന്ന ഞാൻ ഈ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കും? ഇതൊരു സമചതുരാണ് അല്ലേ? സമചതുരായതുകൊണ്ട് എല്ലാ ആംഗിൾസും എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? എല്ലാം എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. ഇതൊക്കെ 90 ഡിഗ്രി. സമചതുരത്തിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമചതുരത്തിൻ്റെ വികർണം അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആംഗിൾ ബൈസെക്റ്റ് ചെയ്യും. ഈ 90 ഡിഗ്രീനെ എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്തിട്ട് എന്താക്കും? ഇത് 45ഉം ഇത് 45ഉം ആയിട്ട് മുറിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വികർണം സ്ക്വയറിൻ്റെ ഈ ഡയഗണൽ എന്ത് ചെയ്യും? ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് 45 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സി ഡി എന്ന ഈ കോഡ് ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളാണ് എന്ത്? 45. ഈ സെയിം ആംഗിളായിരിക്കും എവിടെ? ഇവിടെ. ഇത് 45 ആണ്. ഇനി ഇവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതും എത്ര തന്നെയായിരിക്കും? ഈ സൈഡും ആ ടാൻജൻറ്റും തമ്മിൽ 45 തന്നെയായിരിക്കും. അപ്പോൾ ഇത് കിട്ടിയില്ലേ 45 എന്ന്? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ബി സി എന്ന ഈ കോഡ് ഇത് ഇവിടെ ഈ സി എന്ന ഇതിലും ഈ ടാൻജൻറ്റ് തമ്മിലാണ് എന്ത് ആംഗിൾ ഉണ്ടാവുന്നത്. ഇത് എന്തിനോട് തുല്യമായിരിക്കും? ഈ ബി സി എന്ന ഈ വൃത്തത്തിൻ്റെ മറുകണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാത്? ബിയിൽ നിന്ന് ദേ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട്, സിയിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈനും പോയിട്ടുണ്ട്. അപ്പോൾ ഈ വൃത്തത്തിലെ മറുകണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അത് 45 തന്നെ അല്ലേ? ആംഗിൾ ബി എ സി എത്രയാണ്? 45 ഡിഗ്രി. അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ. മനസ്സിലായോ? അപ്പോൾ ഇതും എത്ര തന്നെയാണ്? 45 ഡിഗ്രി തന്നെയാണ്. പിടി കിട്ടിയോ? ഇത് എളുപ്പമാണ്. ജസ്റ്റ് എന്താ നമുക്ക് അറിയേണ്ടത്? കോഡിൻ്റെ ഈ സൈഡിലുള്ള രണ്ട് ആംഗിൾസ് ഈക്വലായിരിക്കും. എന്തിനോട് ഈക്വലായിരിക്കും? അത് വൃത്തത്തിൻ്റെ മറുകണ്ഡത്തിൽ മറ്റേ ആർക്കിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിനോട് ഈക്വലായിരിക്കും. അപ്പോൾ ഈ കോഡിൻ്റെ ഈ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ഇത്. അപ്പോൾ ഇതിനോട് ഈക്വലായിരിക്കും ഈ ആംഗിളും. ഇവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ ഈ ആംഗിളും സെയിം തന്നെ ഇവിടെ. മനസ്സിലായല്ലോ? നിങ്ങൾ വിചാരിക്കും ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഇതെന്ന്. അല്ല, ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രോബ്ലം. ഇത് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. എന്ത്? ഓരോ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രി വെച്ചിട്ടാണ് റെഗുലർ പെൻറ്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജത്തിൻ്റെ ഓരോ കോണും 108 ഡിഗ്രി വീതാണെന്ന് അറിയാം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ടാൻജൻ്റാണ്. ഇതെന്താണ്? ഇത് ഈക്വലി ഇൻക്ലൈൻഡ്, അതായത് ഈക്വലായിട്ട് ചെരിഞ്ഞിരിക്കുന്ന ആംഗിളാണ് അല്ലേ? ഇവിടെയും 108 ഡിഗ്രിയിൽ ചെരിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇതേ ചെരിവ് തന്നെയായിരിക്കും ഇവിടെയും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആംഗിൾ 108 ആണ്. ഇത് മൊത്തം എത്രയാണ്? മൊത്തം നമുക്കറിയാം എത്രയാ? 180 ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ 180 ഡിഗ്രിയാണ് ഇതിൻ്റെ മൊത്തം കോണുകൾ അല്ലേ? മൊത്തം കോണിൻ്റെ അളവ് എത്രയാ? 180 ഡിഗ്രി. 180 ഡിഗ്രിയിൽ നടുഭാഗത്തെ ഈ ഒരു കോൺ മാത്രം 108 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണും എത്ര വീതമായിരിക്കും? 180 നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? 108 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടി? 72 കിട്ടി. ഈ 72നെ ഈക്വലി ഇവിടെയും ഭാഗിച്ച്. അപ്പോൾ എത്ര വീതമാണ്? 72ൻ്റെ പകുതി എത്രയാ? 36. അപ്പോൾ 36 ഡിഗ്രി ആയിരിക്കും ഇവിടെ. മനസ്സിലായി? അപ്പോൾ 36 + 108 ആണ് എന്ത്? 180. സിമ്പിളല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇതെന്താണ്? ലീനിയർ പെയർ ആണ്. ഇതിൻ്റെ ഈ ഒരു ആംഗിൾ എത്രയാണ്? 108 ആണ്. ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആണ്. അതായത് ഈ ഒരു ചെരിവ്, ഈ ആംഗിളും ഈ ഒരു ആംഗിളും എന്തുതന്നെയായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും, ഇത് മൊത്തം 180 ആണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ 72 ആണ് ഇവിടെ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഓരോന്ന് എത്ര വീതമാണ്? 36 ഡിഗ്രി വീതമാണ്. മനസ്സിലായോ? ഇനി ഇതെല്ലാം മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടീച്ചർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ല, നിങ്ങളുടെ ഒരു ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.